കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ അല്ലേ ചായ? ശരിക്കും ഈ ഒരു പ്രോജക്റ്റിലൂടെയാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് 10 ലക്ഷത്തോളം പേർക്ക് വിവിധ രീതികളിൽ ഭക്ഷണം ഒരുക്കിയത്. ശരിക്കും ഈ ഒരു ജീവകാരുണ്യ മേഖലയിലേക്ക് എങ്ങനെയാണ് ചായൻ അല്ലെങ്കിൽ ഷാജി ചേട്ടൻ കടന്നു വരുന്നത്? ഞാൻ ഈ ഭക്ഷണം വിതരണത്തിലേക്ക് നേരിട്ട് വന്നതല്ല. എനിക്ക് ഈ വെള്ളത്തിൻ്റെ കച്ചവടമാണ്. അപ്പം കുടിവെള്ളത്തിൻ്റെ കച്ചവടമാണ്. അപ്പോൾ ഈ കുടിവെള്ള കച്ചവടത്തിനകത്ത് ഞാൻ ഏത് സമയവും 19 വർഷം കൊണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കച്ചവടത്തിനകത്ത് വാഹനത്തിൽ പോകുമ്പോൾ വ്യത്യസ്തമായ പല ആൾക്കാരെയും കാണാൻ സാധിക്കും. ഈ വ്യത്യസ്തമായി വിശപ്പുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ദുഃഖമുണ്ട്. അപ്പോൾ ഞാൻ 5-10 രൂപ വേണമെങ്കിൽ ഭിക്ഷ കൊടുക്കുന്നത് പോലെ കൈ നീട്ടുമ്പോൾ 10 രൂപ കൊടുത്താൽ കിട്ടുന്ന സന്തോഷമല്ല അവർക്ക് ഒരു ബന്ന് കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ വണ്ടിക്കകത്തുനിന്ന് ഒരു പഴം കൊടുത്തു, അപ്പം കിട്ടുന്ന സന്തോഷമുണ്ട്. അങ്ങനെ അത് ഞാൻ ഉച്ച ഭക്ഷണ പൊതി വണ്ടിയിൽ കരുതാൻ തുടങ്ങി. അപ്പം ശരിക്കും സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു ചിന്ത, ഈ ഒരു കരുതൽ ഉണ്ടായിരുന്നു? അതെൻ്റെ വീട്ടിൽ നിന്നും കിട്ടുന്ന എൻ്റെ ഒരു ചിന്ത, ഒരു ഇതായിരുന്നു, ആശയമായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മുടെ കുടുംബമാണ് ഒരു വ്യക്തിയെ വാർത്തെടുക്കുന്നത്. ശരിക്കും എൻ്റെ കുടുംബം തന്നെ, എൻ്റെ വല്യമ്മച്ചിയാണ് എന്നെ ശരിക്കും വളർത്തിയെടുത്ത്. നല്ല ഒരു 7ാം ക്ലാസ് വരെ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ നിന്നത്. ഈ വല്യമ്മച്ചിയൊക്കെ ഞാൻ എപ്പോഴും അറിയാം, ചായ കുടിക്കാൻ എടുക്കുമ്പോഴായിരിക്കും ഒരു തോമാച്ചൻ ഉപദേശിയോ അപ്പുറത്തെ കുഞ്ഞിപ്പിച്ചാനോ ഒക്കെ കയറി വരും. അമ്മച്ചി കുടിക്കാനെടുത്ത ചായ തോമാച്ചൻ ഉപദേശിക്ക് കൊടുക്കുമ്പോൾ ആ അമ്മച്ചിയുടെ മുഖത്തെ സന്തോഷം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ അന്ന് പറയും, ഒരു പറങ്കാപ്പഴം വീണാൽ, എനിക്ക് സഹോദരിയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ ഒരു പറങ്കാപ്പഴം കിട്ടിയാൽ 4ആയി 5ആയി കീറി ഷെയർ ചെയ്യുന്ന ഒരു ഷെയറിങ് പങ്കുവെക്കലിൻ്റെ അനുഭവം ചെറുപ്പത്തിൽ തന്നെ കശുമാവ് കീറിയിട്ട് അങ്ങനെ കൊടുക്കും. പക്ഷേ ഇന്ന് ഒരു മുട്ടായി, ഒരു കുഞ്ഞിൻ്റെ ഒരു മുട്ടായി നമ്മൾ ചോദിച്ചാൽ ആ കുഞ്ഞിൻ്റെ ആ മുട്ടായി കിട്ടാൻ പാടാണ്. എനിക്കിപ്പോഴും എൻ്റെ മോടും പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടണം ഈ പങ്കുവെക്കലിൻ്റെ അനുഭവം. ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ കൂട്ടുകാരന് സ്വന്തം ഭക്ഷണം പങ്കുവെച്ചുകൊണ്ടാണ് ശരിക്കും പിന്നീട് ഇത്രയും വർഷങ്ങൾ തുടർന്ന ഈ ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ഒരു ആരംഭം. അത് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ വീട്ടിലുള്ള ഒരു സിസ്റ്റം തന്നെ പഴയ കാലങ്ങളിൽ ബൈജുവിന് അറിയാൻ പറ്റും. ചിലപ്പോൾ ബൈജു എന്നെയൊക്കെ ചെറുപ്പമാണ്. പക്ഷേ ഈ മാങ്ങയൊക്കെ കിട്ടിയാൽ നമ്മൾ മാങ്ങ കല്ലിൽ വെച്ച് ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് ഈ മാങ്ങ ഷെയർ ചെയ്യുന്നത്. അത് മറ്റൊരാൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നില്ല. ഈ സ്കൂളിൽ നിന്നൊക്കെ ഉച്ച ഊണിന് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഈ സുഹൃത്തുക്കളുടെയൊക്കെ പോക്കറ്റിൽ 2-3 മാങ്ങ കാണും. ഈ 3 മാങ്ങ വേണ്ടി 3 മാങ്ങ 40 കുട്ടികൾ പങ്കുവെക്കും. അപ്പോൾ അന്ന് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഞങ്ങൾ ഉച്ചഭക്ഷണത്തിന് കൈ കഴുകി ഉണ്ണാനിരിക്കുമ്പം ഇവൻ കൈ കഴുകാൻ പോകും, പക്ഷെ അവൻ തിരിച്ചു കാണത്തില്ല. അപ്പോൾ ഞാനൊരു ദിവസം നോക്കിയപ്പോഴാണ് അവൻ പൈപ്പിലെ വെള്ളം കുടിച്ചാൽ ഉച്ചഭക്ഷണം വിശപ്പടക്കുന്നത്. അന്നു മുതൽ ഞാൻ രഞ്ജനാചാരി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുമായിട്ട് ഈ ഉച്ചഭക്ഷണം പങ്കുവെക്കുവാൻ. ആ ഒരു ഉച്ചഭക്ഷണം എൻ്റെ സുഹൃത്തിന് കൊടുത്തപ്പം ആ സുഹൃത്തിന് ഉണ്ടായ സന്തോഷമാണ്. ഒപ്പം തന്നെ വീട്ടിൽ ചെല്ലുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നും ഞാനൊരു ഈ പറഞ്ഞൊരു അമൽ ബേബിയെ പോലെ ഒരു ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പം ഉച്ചഭക്ഷണം എൻ്റെ പകുതി ഷെയർ ചെയ്തപ്പെട്ടപ്പം എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവൻ ഭക്ഷണം കുറയുന്നുണ്ട് എന്തോ. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അന്ന് മുതൽ 2 പൊതിച്ചോറ് തന്നു വിട്ട സമയം ഉണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും എനിക്ക് പറയാൻ പറ്റുന്ന അവസരങ്ങളിൽ ഞാൻ പറയാറുണ്ട്. നമ്മുടെ വീടുകളിൽ അന്ന് മതിലുകളില്ല, ഒന്ന് വേലിക്കെട്ടാണ്, വിശേഷമുണ്ടായാൽ ഞാൻ ഇന്നും ഓർക്കുന്നു. അന്ന് ഈ അവല് വിളയിക്കുക, കിണ്ണത്തപ്പം ഉണ്ടാക്കുക, ചക്ക വിളയിക്കുക, ഇതൊക്കെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ മാത്രം, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനകൾ വീട്ടിൽ വെക്കുമ്പോൾ ഫാമിലി പ്രയർ വരുമ്പോഴാണ് അവല് വിളയിക്കുക, കിണ്ണത്തപ്പം ഉണ്ടാക്കുക, അലുവ ഉണ്ടാക്കുക ചെയ്യും. അപ്പോൾ ഈ അവലൊക്കെ വിളയിക്കുമ്പം നമുക്ക് കൊതിയാണ്, അത് മുഴുവൻ തിന്നാൾ വിശപ്പുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന അടുത്ത ദിവസം കഴിയാതെ ഈ അവൽ നമുക്ക് തരത്തില്ല, തൊടാൻ സമ്മതിക്കത്തില്ല. ഇനി പ്രാർത്ഥന കഴിഞ്ഞാലോ എന്നെ വിളിക്കും, അല്ലെങ്കിൽ കൊച്ചുമക്കളെ വിളിച്ചിട്ട് പറയും, ഇത് തോമായ്ക്ക് കൊണ്ടുകൂടെ, ഇത് ഏലിയായ്ക്ക് കൊണ്ടുകൂടെ, ഇത് രക്ഷകുട്ടിമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക. അപ്പം പ്രാർത്ഥന കഴിഞ്ഞിട്ട് അധികം വരുന്ന ഈ അവൽ വിളയിച്ചത് അടുത്തുള്ള എല്ലാ വീടുകളും കൊടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് കൊതിയോടെ മുഴുവൻ കഴിക്കാൻ, കൊതി മാറുന്നവരെ കഴിക്കാൻ നമുക്ക് അത് കിട്ടത്തില്ല. അതിൻ്റെ കാരണം ഈ നമ്മളെ കൊണ്ട് തന്നെയാണ് ഈ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലേക്ക് ഒരു സാമ്പത്തിക ആവശ്യമുള്ള രോഗാവസ്ഥ മൂലമോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സാമ്പത്തികമായി സഹായിക്കുക, അവരുടെ ആവശ്യങ്ങൾ ഇടപെടുക, ആ ഒരു രീതിയിലേക്ക് ശക്തമായി വന്നു തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് വെള്ളക്കച്ചവടമാണ്. ഈ വെള്ളക്കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ വാഹനത്തിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അത് ബന്നും പഴത്തിനും പകരം ഉച്ചഭക്ഷണം 5 പൊതി 6 പൊതി എൻ്റെ സുഹൃത്തിൻ്റെ വൈഫ് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ അത് ഹോസ്പിറ്റലിലേക്ക് കൊടുത്ത് തുടങ്ങി.
ഇനി ജീവകാരുണ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബലിൻ്റെ ആവശ്യം ഇല്ല. നമ്മളെല്ലാം കാരുണ്യ പ്രവർത്തകനാണ്. അങ്ങനെ ഇന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാകുന്നുണ്ട്. എന്തെങ്കിലും കൊടുക്കുന്ന ആൾ അവരെ പ്രത്യേക നന്മമരം, ജീവകാരുണ്യ പ്രവർത്തകൻ, അങ്ങനെ ഒരു പ്രത്യേക സ്റ്റിക്കറിൻ്റെ ആവശ്യം ഇന്നില്ല. നമ്മളല്ലേ ഈ സാധനം ലേബൽ ചെയ്യപ്പെടേണ്ട ഒന്നല്ല ഇത്. ഈ ലേബൽ ചെയ്യപ്പെടുമ്പോഴാണ് ഇതിനകത്ത് അഴിമതിയും മറ്റു കാര്യങ്ങളും പണവും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ലേബൽ ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് കാരുണ്യപ്രവർത്തനം. ഇത് പണ്ടില്ലായിരുന്നു. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ല. ഒരു മരണം ഉണ്ടായാൽ അവിടെ ഒരു കാരുണ്യത്തിൻ്റെ അംശം ആ അയൽക്കാർ ഒന്നിച്ചും കൂടി അവർ പന്തിലിടും, ഒരു ഭക്ഷണം ഒരുക്കും. ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിൽ ഊണ് ഓർഡർ ചെയ്യണം, അന്നതില്ല. അപ്പം അന്ന് ഈ ജീവകാരുണ്യത്തിൻ്റെ അംശം എല്ലായിടത്തും ഉണ്ട്. ഇന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് ബിൽഡ് ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ ഒരു ഭാഗം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറെ കൂടിയും ഗൗരവമായി ഇങ്ങനെ ചില സ്വന്തം ജീവിതത്തിൻ്റെ ഒപ്പം തന്നെ ഈ ബുദ്ധിമുട്ടുന്നവരെ കൂടെ പിടിച്ച് മറ്റ് എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം അച്ചായൻ ചെയ്യാൻ തുടങ്ങി. ബൈജു, എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും മാറ്റി വെച്ചിട്ടോ ഒന്നും ഇല്ലാതാക്കിയിട്ടോ അല്ല ഞാനിത് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഉള്ള സമയത്തിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് പ്രത്യേക സമയം കണ്ടെത്തണ്ട. ജീവകാരുണ്യ പ്രവർത്തനം വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഒന്നും ഇല്ലാതാക്കിക്കൊണ്ടല്ല ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ വേണൊരു പേര് പറയണമെങ്കിൽ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലാതാക്കിയിട്ടോ ഒന്നും അവസാനിപ്പിച്ചിട്ടോ അല്ല. നമുക്കിതൊക്കെ പറ്റും. വളരെ ഈസി ആയിട്ട് വീട് വെച്ച് കൊടുക്കാൻ പറ്റും പെൺകുട്ടികൾ. ഇതൊക്കെ പഴയ ഞാൻ ചോദിക്കട്ടെ, ഈ ബൈജുവിനറിയാവോ, ഒരു 30 വർഷം 35 വർഷം മുമ്പ് ഒരു വീട് പണിത് ഒരുത്തൻ കടക്കാരനായിട്ടുണ്ടോ? കുറവാണ്. ഇല്ല. കാരണം ഓല മേയുന്നത് ദാമോദരൻ പിള്ളയും ശങ്കരപ്പിള്ളയും ചേർന്ന് ഓല മേയും. ഈ ഓല മെടയുന്നത് ലളിതയും ലക്ഷ്മിക്കുട്ടിയമ്മയും ഏലിയാമ്മയും കൂടെ ചേർന്നാണ് ഈ ഓല മെടയുന്നത്. അവിടെ ഒരു ജീവിതത്തിനകത്തൊരു വീട് വെപ്പ് എന്നുള്ള വിഷയത്തിൽ ഒരു ദാരിദ്ര്യമോ ഒരു ബുദ്ധിമുട്ടോ കടവോ ബാങ്കോ ജപ്തിയോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ മാറുമ്പോഴാണ് കടവും ഒക്കെ വരുന്നത്. അതെ അതെ. എത്രത്തോളം പേരെ ഇപ്പം ഇതിനോടകം സാമ്പത്തികമായിട്ട് ചികിത്സയുടെ ആവശ്യങ്ങൾക്ക്, വിവാഹം നടത്തി കൊടുക്കാൻ, അതുപോലെ തന്നെ വീടുകൾ നിർമ്മിക്കാൻ, ഇങ്ങനെ ഓരോ വിഭാഗങ്ങളിലായിട്ട് ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. അത് ഏകദേശം അതിനെക്കുറിച്ച് ഒരു കണക്കോ അല്ലെങ്കിൽ ഓർമ്മകളോ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ധാരണയോ പറയാൻ പറ്റും? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വ്യക്തമായൊരു കണക്കില്ല, ഇതിനൊരു ധാരണയില്ല. ഞാൻ എപ്പോഴും പറയും, കരുതൽ ചൂണ്ട് കൂട്ടായ്മയ്ക്ക് ഒരു ഓഫീസില്ല, ഒരു പ്രത്യേക വെബ്സൈറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇന്നിപ്പം ഈ സംസാരിക്കുന്ന 5 മിനിറ്റ് മുമ്പ് കോട്ടയത്ത് വന്നൊരു ചേച്ചി വിളിച്ചു, എനിക്ക് ഫിറ്റ്സ് വരുന്ന രോഗത്തിന് മരുന്ന് വേണം. ഫിറ്റ്സ് വരുന്ന മരുന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ കുറിപ്പിടി ഞാൻ അയച്ചതാണ്. ഞാൻ ചെയ്യുന്നത് ബൈജുവിൻ്റെ ഒത്താൽ ബൈജുവിനെ ഈ കുറിപ്പിടി കാണിക്കും. ബൈജു മരുന്ന് മേടിച്ചാൽ അത് ബൈജുവിനോട് ഞാൻ ചോദിക്കും. ബൈജു സമ്മതിച്ചാൽ ബൈജുവിൻ്റെ കയ്യിലോട്ട് കുറിപ്പിടിയും തരും. മരുന്ന് മേടിച്ച് ഈ അഡ്രസ്സിലൊന്ന് കൊറിയർ ചെയ്യണമെന്ന് ഞാൻ ബൈജുവിനോടും ഞാൻ പറയും. മനസ്സിലായോ? അപ്പം അവിടെ ഒരു വിഷയമില്ല. ഇപ്പം എൻ്റെ ഒരു മരുന്നിൻ്റെ കുറിപ്പിടി കിട്ടിയാൽ ആ മരുന്നിൻ്റെ കുറിപ്പിടി ഞാൻ ആരെങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കും. ഈ മരുന്ന് മേടിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. 99% പേരും നോ പറയത്തില്ല. പിന്നെ ഞാനത് കൊടുത്തിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിന്ദു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ക്വാർട്ടർ പേജിൽ എൻ്റെ ഈ കരുതൽ ചൂണ്ട് കൂട്ടായ്മയെക്കുറിച്ചും എൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പേപ്പർ കട്ടിങ് പോലും എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ കാരുണ്യ പ്രവർത്തകനല്ല, ഞാനൊരു പച്ചയായ മനുഷ്യൻ. എൻ്റെ മുമ്പിൽ ആവശ്യം വന്നാൽ ആ ആവശ്യത്തിന് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു വ്യക്തിയുടെ ആവശ്യമനുസരിച്ച് അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മറ്റു വ്യക്തികളെ സമീപിക്കുന്നു. അങ്ങനെയല്ല. ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. ചെറിയ തുകയൊക്കെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഇതിന് വേണ്ട ഒരു പണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്? ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരെ കണ്ടെത്തി, മനസ്സുള്ള ആളുകളെ കണ്ടെത്തി അവരെ സഹകരിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ ഏറ്റവും അവസാനം പറയാൻ പറ്റുന്നത് ഒരു വീടിൻ്റെ തക്കോദാനമാണ്, ഒരു ഗൃഹപ്രവേശനമാണ്. ഈ ഗൃഹപ്രവേശനത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത് ഹരിപ്പാട് ഹോസ്പിറ്റൽ ഉച്ചവർഷം വിളമ്പിക്കൊടുത്തപ്പോൾ എൻ്റെ സുഹൃത്ത് അനീഷ് പറഞ്ഞു, ഇങ്ങനെ ഒരാളിവിടെ കിടപ്പുണ്ട്, ഒരു കാല് മുറിച്ച് കിടക്കുകയാണ്, നമ്മൾ ചോറ് കൊടുക്കുന്നതാണ്. ഇന്ന് അവർ ചോറ് മേടിക്കാൻ വന്നില്ല, നമുക്ക് ചോറ് പൊതി നമുക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം. കാര്യം അവരുടെ ഭാര്യ മറ്റെന്തോ കാര്യത്തിന് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പൊതിച്ചോറ് മേടിക്കാൻ വരാൻ പറ്റത്തില്ല, കാരണം കാല് മുറിച്ച് കിടക്കുകയാണ്. അപ്പം ഞാൻ ആ മനുഷ്യനോട് ചെന്നു. അപ്പോൾ ഭാര്യ വന്നു. ഞാൻ ചോദിച്ചു, മോൾക്ക് എന്താണ് ആവശ്യം? ഒരു കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ലൈഫ് പദ്ധതിയിൽ വീട് പണി തുടങ്ങി, 650 സ്ക്വയർ ഫീറ്റ് വീട്. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സമീപ പ്രദേശത്ത് കാഞ്ഞൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ ഒരു അപകടത്തിൽ ഈ മനുഷ്യൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. 3 മാസങ്ങളായി ഈ കുടുംബം ഹോസ്പിറ്റലുകളാണ്. ഈ വീട് പൂർത്തീകരിച്ച് ഒരു വീട്ടിലോട്ട് കയച്ച് പോകാനുള്ള വീടില്ല. ഈ 3 കുഞ്ഞുങ്ങളായിരുന്നു. ഒരു കുഞ്ഞ് മുങ്ങി മരിച്ചു. 2 കുഞ്ഞുങ്ങൾ, ഒരു വർഷത്തെ 7ലും 3നും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നടത്താൻ പറ്റാതെ ഒരു ബന്ധുവീട്ടിലാണ്.
ഇവർക്ക് പോകാൻ ഒരു വീട് വേണം. വളരെ ഒരു വലിയ ഉത്തരവാദിത്വം വരുന്നത്. ഞാനത് അവരോട് പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട, അത് ഞാൻ പൂർത്തീകരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എൻ്റെ മുഴുവൻ വീടും ചെയ്യണ്ട, എനിക്ക് ഒരു അടുക്കളയും ഒരു മുറിയും ഒന്ന് വൃത്തിയാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. ആ 650 സ്ക്വയർ ഫീറ്റ് വീട് ഒരു ബുദ്ധിമുട്ടുമില്ല പൂർത്തിയാക്കി. നാളെ എൻ്റെ ഗൃഹപ്രവേശമാണ്. നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരു സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തതിനാൽ ഈ 2 കുഞ്ഞുങ്ങൾക്കും ഈ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് തൻ്റെ പെങ്ങളുടെ കൂടെ മാന്നാത്ത് താമസിക്കുന്ന ഒരു അവസ്ഥ. അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ട്. നമ്മൾ മക്കളെയൊക്കെ വളർത്താൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുമ്പോൾ ഇത് കയറിക്കിടക്കാൻ സ്വന്തമായി വീടില്ലാത്തതിൻ്റെ കാരണത്താൽ ഇങ്ങനെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ എന്നോട് മഞ്ജു പറഞ്ഞത്, എനിക്ക് ഒരു മുറിയും, ഇത് ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടാണ്, 4 ലക്ഷം രൂപ കൊണ്ട് നമുക്കറിയാം 650 സ്ക്വയർ ഫീറ്റ് വീട് ഒരിക്കലും തീരത്തില്ല. എന്നാൽ അദ്ദേഹം മീൻ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം കൊണ്ട് ഈ വീട് പൂർത്തീകരിക്കാൻ സാധിക്കേണ്ടതാണ് ഇങ്ങനെ അപകടം ഉണ്ടായില്ലെങ്കിൽ. എന്നാൽ വാർത്ത് മാത്രം വിട്ട ഈ വീട് ഒരു 15-20 ദിവസം കൂടിയ ഒരു മാസം കൊണ്ട് തേച്ച് വൃത്തിയാക്കി എല്ലാം ഇങ്ങനെ ഒരു കുഞ്ഞു കൊട്ടാരം ഷാജിക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ. അതിനകത്തൊക്കെ പലരുടെ അധ്വാനമുണ്ട്. ഞാൻ മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ എത്തിക്കുമ്പോൾ സൗജന്യമായിട്ട് പെയിൻ്റ് അടിച്ച് അയൽക്കാർ, മേശരിപ്പണി വളരെ എളുപ്പം ചെയ്ത് തീർത്ത് തന്നവർ, അങ്ങനെ ഈ ടൈലൊക്കെ തന്നവർ, പെയിൻറ് തന്നവർ. ഇത് ഞങ്ങളുടെ കയ്യിലെ കാശല്ല. ഇത് തിരുമേനി പറഞ്ഞതുപോലെ ഇതിൽ പലരുടെ കരങ്ങൾ കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നത്. പലരെയും സമീപിച്ചാണ്, പലരുടെയും വിയർപ്പാണ് ഈ കാണുന്ന ഒരു കുഞ്ഞു കൊട്ടാരം. ജോഷുവ തിരുമേനിയാണ് ഈ വീടിൻ്റെ താക്കോൽദാനം നടത്തുന്നത്. തിരുമേനി കരുതലിൻ്റെ ഉച്ചയൂട് കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ ഇടപെടാം. എൻ്റെ അപ്പനെ പോലെ എനിക്ക് 500 രൂപ വേണം എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, എപ്പോഴും ചോദിക്കത്തില്ല ഇവിടെ, എന്നുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. എന്തായാലും തിരുമേനി വളരെ തിരക്കിലും വന്നതിന് ഉള്ള സന്തോഷവും, ഈ സാധാരണക്കാരനായ ഒരു കൂട്ടത്തെ കൊണ്ട് ഇത്ര വലിയ അത്ഭുതം നടക്കണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഇങ്ങനെ നിങ്ങൾ പോലെ നിൽക്കുന്ന ആരും വിചാരിച്ച് കാണത്തില്ല ഇത്ര പെട്ടെന്ന്. ഞാൻ ഈ അമ്മയെ കണ്ടപ്പോൾ, മഞ്ജുവിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് വീട് കയറി താമസിക്കാനുള്ള ദിവസമെടുക്കാനാണ് പറഞ്ഞത്. അത്രയ്ക്ക് ഒരു വിശ്വാസം എനിക്ക് എൻ്റെ കഴിവിലല്ല, എൻ്റെ കയ്യിലുള്ള പോക്കറ്റിലെ പണത്തിലുള്ള കഴിവല്ല, എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ്. മഞ്ജുവിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് താമസിക്കുവാനുള്ള ഡേറ്റ് എടുക്കും. അങ്ങനെ എൻ്റെ ദൈവം മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ കഴിവിനേക്കാൾ വലിയവനാണ് എന്ന് വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള അനുഭവങ്ങളാണ് എന്നെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ തുടർന്നും ഈ കരുതൽ ചൂട് കൂട്ടായ്മ തൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കുന്ന വിധത്തിൽ ഈ സമൂഹത്തിൽ കാഴ്ചവെക്കുവാൻ പറ്റും. അതിന് നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനിയെ താക്കോൽദാനം നൽകുവാനായി ക്ഷണിക്കുന്നു. താക്കോല് ഷാജിക്കും കുടുംബത്തിനുമായി നൽകുമ്പോൾ അത് അവരുടെ സ്വന്തമായ ഭവനമായിട്ടത് മാറുന്നു. ഇനിയും മറ്റാരുടെയും അല്ല, നിങ്ങളുടെ സ്വന്തമായ ഭവനമാണ്. നിങ്ങൾ ദീർഘകാലം ഇതിനുവേണ്ടി ആഗ്രഹിച്ചതാണ്, അത് ദൈവം നടത്തി തന്നു. അതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾക്ക് എല്ലാ കുടുംബത്തിൻ്റെ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രാണനു കുളിരായി സഹയാത്രികനായി. ഈ കരുതൽ ചൂട് കൂട്ടായ്മ തന്നെ ഒരു കുഞ്ഞിന് മേടിച്ചു കൊടുത്ത വീൽചെയറാണ്. അദ്ദേഹത്തിന്റെ ഉപയോഗം കഴിഞ്ഞപ്പോൾ ഷാജിക്ക് അത് ഉപയോഗിക്കാൻ ദൈവം അനുവദിച്ചു. ശരിക്കും ഇത് ഒരുപാട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ്. പ്രിയപ്പെട്ട ഷാജിയേട്ടനെ സംബന്ധിച്ചിടത്തോളം, ഷാജിയേട്ടൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട ജോഷുവ പിതാവിവിടെ എത്തി താക്കോൽദാനം നിർവഹിച്ചിരിക്കുകയാണ്. പിതാവ് എത്രത്തോളം ഒരു സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുമ്പോൾ? പല പരിപാടികൾ നമ്മൾ പങ്കെടുക്കാറുണ്ട്. എന്നാൽ മനസ്സിന് സന്തോഷവും മറ്റുള്ളവർക്ക് സന്തോഷവും നൽകുന്ന വലിയ ഒരു അവസരമാണ് ഇത്. അത് സുമനസ്സുക്കളുടെ കരുതലോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ വഴിയായി ഇന്ന് പൂർത്തിയായി അതിന് താക്കോൽ നൽകുമ്പോൾ അത് ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഇത് 65ാമത്തെ വീടാണ്. ഓരോ വീടും മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഷാജിക്ക് ലഭിക്കുന്ന സന്തോഷം വളരെ വലുതാണ്.
അത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും ആ സന്തോഷം വർദ്ധിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന് ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകൾ മരിക്കുന്നുവെന്ന് വയലാർ പറയുകയുണ്ടായി. വാസ്തവത്തിൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക. നമുക്കൊക്കെ ആവശ്യമില്ല എന്നല്ല, മറ്റുള്ളവരുടെ അത്യാവശ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ആവശ്യമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് എന്ന മനോഭാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏറെ സന്തോഷം കണ്ടെത്താൻ കഴിയുകയാണ്. മദർ തെരേസയുടെ ഒരു വാക്കുണ്ട്, കൊടുക്കുന്നത് വഴി അതിൻ്റെ കുറവ് അനുഭവപ്പെടുകയും അതിൽ കൂടുതൽ സന്തോഷിക്കുകയും ചെയ്യുക. എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കൊടുത്തല്ലോ, ആളതുകൊണ്ട് സന്തോഷമോടെ ജീവിക്കുന്നല്ലോ എന്ന് കാണുന്നതിലുള്ള സന്തോഷം, അങ്ങനെയുള്ള സന്തോഷം വർദ്ധിപ്പിക്കാനിടയാകട്ടെ. ഷാജിയെപ്പോലുള്ള സുമനസ്സുക്കൾ വാസ്തവത്തിൽ ഈ കാർത്തികപ്പള്ളിയിലെ ഷാജി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഷാജിയായിട്ട് അങ്ങ് മാറി അദ്ദേഹം. കാർത്തികപ്പള്ളിയിൽ മാത്രമല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതാണ് ഈശ്വര ആരാധന. അപ്പം ഇതുപോലെയുള്ള ആരാധന നിർവഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന അദ്ദേഹം ഇച്ചിരി ക്ഷീണിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അത് കുഴപ്പമില്ല, നന്നായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ല വാഴയിലയിൽ അവിയലും തോരനും പച്ചടിയും കിച്ചടിയും എല്ലാം വിളമ്പി പുളിശ്ശേരിയും സാമ്പാറും രസവും കൂട്ടി ചോറിൻ്റെ ശേഷം ശകലം പായസം ഒഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ഈ കാണുന്നവരെല്ലാം. വ്യത്യസ്തരാണ്. അവിയലിനൊരു രൂപമുണ്ട്, തോരനൊരു രൂപമുണ്ട്, പച്ചടിക്കൊരു പുളിയുണ്ട്. ഇതെല്ലാം കഴിയുമ്പം രസത്തിനൊരു എരിവുണ്ട്, പായസത്തിനൊരു മധുരമുണ്ട്. ഈ ഇരിക്കുന്നവരും അത്തരത്തിലാണ്. പായസത്തിൻ്റെയും പാൽപ്പായസത്തിൻ്റെയും സാമ്പാറിൻ്റെയും മോരിൻ്റെയും പച്ചമോരിൻ്റെയും രുചിയുള്ള പല ദേശക്കാർ, പല ഭാഗക്കാർ. ഇവരൊന്നുകൂടിയപ്പോൾ ഇതൊരു സൽക്കാര ചലഞ്ചായി. നിങ്ങൾക്ക് ഇവരുടെ മുഖങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, മുഖത്ത് വിരിയുന്നൊരു ചിരി, സന്തോഷം. അത് ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നത് മാത്രമല്ല, ഈ സന്തോഷത്തിൽ ഷാജിയുടെ ഈ വീടിൻ്റെ പങ്കാളിത്തത്തിൽ, ആ വീടിൻ്റെ പൂർത്തീകരണത്തിൽ എനിക്കും ചെറുതും വലുതുമായി ഒരു പങ്കാളിയാവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഇലയിലെ രുചിയോടൊപ്പം മനസ്സിൽ ഉണ്ടാകുന്ന രുചിക്കൂട്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു വ്യക്തി സഹായിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കാനും ഒപ്പം നിൽക്കാനും ഒത്തിരി പേരുണ്ട് എന്നുള്ളതാണ് അനുഭവം. അതാ ഈ ഒത്തിരി പേരുണ്ട് എന്ന് പറയുന്നത്, ആ ഒത്തിരി പേരെ നമ്മുടെ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എൻ്റെ ഒരു 8 വർഷത്തെ എൻ്റെ ഒരു അനുഭവം. ഇപ്പോൾ 100 രൂപ ഞങ്ങളുടെ ചലഞ്ചുകൾ, ഈ ചലഞ്ചുകളിൽ ബോക്സിലിടുന്ന പൈസ അന്ന് വൈകിട്ട് തന്നെ ഈ 100 രൂപ ഇട്ടവനും 10,000 രൂപ ഇട്ടവനും 10 രൂപ ഇട്ടവനും അറിയാം അന്ന് വൈകിട്ട് പെട്ടി പൊട്ടിച്ച് ഈ അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ പൈസ എത്തുന്നു എന്നറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്ന പൈസ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ അത് അർഹതപ്പെട്ടവൻ്റെ കരങ്ങളിൽ എത്തും. അങ്ങനെ എത്തുന്നതുകൊണ്ടാണ് ഈ ചെറിയ കാലം കൊണ്ട് 65 വീടും 53 പെൺകുട്ടിയുടെ വിവാഹവും ഒക്കെ നടത്താൻ സാധിക്കുന്നത്. ഈ കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ, അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ എത്തും. ഇത്രയും വലിയ തുക ഒരു ദിവസം കൊണ്ട് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൊടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചതാണ് കരുതലച്ചോട് കൂട്ടായ്മയുടെ ഈ ചലഞ്ചുകളുടെ ഒരു വിജയം. പ്രത്യേകിച്ച് ഈ ചലഞ്ച് ഞങ്ങൾക്ക് വളരെ മാനസികമായി സംഘർഷത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ 86 ചലഞ്ചുകൾക്കും ഞങ്ങളുടെ കൂടെ നിന്ന അജി എന്ന ചെറുപ്പക്കാരൻ്റെ സഹായിക്കുവാനായിട്ടുള്ള ചലഞ്ചാണ്. തീർച്ചയായും ഈ ചലഞ്ച് വൻ വിജയമായിരുന്നു. ഏറ്റവും സന്തോഷം കുന്നത്ത്, കായംകുളം കുന്നത്ത് എന്ന വീട്ടിലെ സൈമൺ 75,000 രൂപ വാർഷിക ഫീസ് അടയ്ക്കുവാനായിട്ടുള്ള ഒരു താല്പര്യം അദ്ദേഹം കാണിച്ചു. 75,000 രൂപ അയച്ചു തന്നു കഴിഞ്ഞു. ഈ ചലഞ്ചിൻ്റെ ഏറ്റവും വലിയ വിജയം അതായിരുന്നു. അജിയുടെ കുഞ്ഞിൻ്റെ പഠനമായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അത് സൈമൺ ചാൻ ഏറ്റു കഴിഞ്ഞിരിക്കുകയാണ്. സൈമൺ ചാനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ പണം എണ്ണാൻ പോവുകയാണ്.
പിന്നീട് എങ്ങനെയാണ് ഈ ഒരു ചലഞ്ച്, പിന്നീട് വിവിധ രീതികളിലുള്ള ചലഞ്ചുകൾ, വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ആളുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ധനസമാഹരണം നടത്താനായിട്ട് സംഘടിപ്പിച്ചു? അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ചലഞ്ചുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത്? നമ്മുടെ ജീവിതം തന്നെ ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ച് തുടങ്ങാൻ കാരണം ഒരു മനുഷ്യൻ പറഞ്ഞു, സ്വാമി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞു, ഷാജി എൻ്റെ വീടിൻ്റെ അയലത്തൊന്ന് വരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വരാം, പക്ഷേ എന്താണ് കാരണം? നമ്മളൊരു ദുഃഖം അനുഭവിക്കുന്ന ഒരാളുടെ വീട്ടിലോട്ട് കൈയും വീശിച്ചെന്നുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് വാക്കുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം, ശരി ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ, ഇന്നും ഞാൻ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞതുകൊണ്ടൊരു കഥയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് അവർ ആവശ്യം, സ്വാമി ഒന്ന് പറഞ്ഞു. ഷാജി ഭർത്താവ് മരിച്ചുപോയി, 3 മാസത്തെ വാടക കുടിച്ചുകൊണ്ട് 35 വർഷമായിട്ട് വാടക വീട്ടില്ല. അപ്പോൾ അവിടെ പ്രധാന പ്രശ്നം വാടകയാണ്. അപ്പം അന്ന് എൻ്റെ സുഹൃത്ത് പ്രിയ പറഞ്ഞു, ഷാജി സാറേ എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ 10,000 രൂപ വരും. അപ്പം ഞാൻ 10 പോരാ 12 വേണം, 10 പോരാ 12,000 രൂപ വേണം. കാര്യം പറഞ്ഞ് നിങ്ങളും വരണം എൻ്റെ കൂടെ. ഞാൻ ആ ടീച്ചറും ഒക്കെ ആയിട്ട് ആ വീട്ടിൽ പോയി 12,000 രൂപ കൊടുത്തു. ഞാൻ കുറച്ച് പലചരക്ക് സാധനമൊക്കെ 12,000 രൂപ പലചരക്ക് സാധനം കരുതി. ഞാൻ വിചാരിച്ചു എത്ര നാൾ ഈ 12,000 രൂപ 4 12 4,000 രൂപ വെച്ച് എത്ര നാൾ എനിക്ക് വാടക കൊടുക്കാൻ പറ്റും, എത്ര നാൾ എനിക്ക് പലചരക്ക് സാധനം കൊണ്ടു കൊടുക്കാൻ പറ്റും? ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു വഴിയിലേക്ക് ഇവരൊന്ന് തിരിച്ചു വിടും. അപ്പം അവിടുത്തെ കൊച്ചുവൻ കുറച്ച് ഉണ്ണിയപ്പം കൊടുത്തു. അപ്പം ഞാൻ കൊച്ചുകൊണ്ട് ചോദിച്ചു, ഈ ഉണ്ണിയപ്പം എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മൂമ്മ എന്ത് ചെയ്യും, നല്ല ഭംഗിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, ഈ ഉണ്ണിയപ്പം നമുക്ക് റോഡ് സൈഡിൽ നിന്ന് വിൽക്കണം. എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ്. ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ഒരു ഉപകരണം മാത്രം. എൻ്റെ മനസ്സിൽ ദൈവം അത് തോന്നിച്ചു, നമുക്ക് ഉണ്ണിയപ്പം വിൽക്കാം. അപ്പം പറഞ്ഞു, സാറേ എനിക്ക് ഹൈവേ സൈഡിലൊക്കെ എൻ്റെ ഭർത്താവ് എന്നെ വീടിൻ്റെ പുറത്ത് പോലും വിട്ടിട്ടില്ല, എല്ലാ കാര്യങ്ങളും എടുത്തിക്കും, എനിക്ക് എന്നെക്കൊണ്ട് എങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞു, ചേച്ചി വിൽക്കണ്ട, ഞാൻ വിൽക്കാം. ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുത്തു. ഉണ്ണിയപ്പത്തിൻ്റെ ലൈവായിട്ടുള്ള കച്ചവടം കൃത്യം 8 മണിക്ക് ആരംഭിച്ചു. നല്ല സഹകരണമുണ്ട് ആൾക്കാരുടെ. ഇത് കേൾക്കുന്നവർ മറന്നുപോരൊക്കെ ഉണ്ടെങ്കിൽ 6 മണി വരെയുണ്ട്, എല്ലാവരും വരണം. പിന്നെ 1-2 വീഡിയോ എടുത്തു. അത് ഇന്ന ദിവസം 9 മണി മുതൽ രാത്രി വരെ ഉണ്ണിയപ്പം വിൽക്കുന്നു, ഈ അമ്മയെ സഹായിക്കാനാണ്. 1,70,000 രൂപ കിട്ടി. ഈ പലഹാരങ്ങളിൽ ഏറ്റവും ചെറിയ പലഹാരം വിറ്റ് 1,70,000 രൂപ കിട്ടി. പകുതി ആയപ്പം ഈ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ നാളെ മുതൽ ഞാൻ വിറ്റോളാം, സാറിന് ഇങ്ങനെ നിന്ന് ഈ റോഡ് സൈഡിൽ വിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിറ്റുകൂടാ? വീടിന് പുറത്തിറങ്ങാത്ത അമ്മ ഇന്ന് ഈ ഇവിടെ ഇതുണ്ടല്ലോ വഴിയോര കച്ചവടത്തിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അവർ ലോകത്ത് മുഴുവൻ അവർ ഉണ്ണിയപ്പം വിൽക്കുന്നു. അവർ പല യൂട്യൂബുകളിൽ കൂടി ഒരു പ്രസിദ്ധമായി. ഹരിപ്പാട്ട് ഏറ്റവും കൂടുതൽ ഉണ്ണിയപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ഉണ്ണിയപ്പം പോയിക്കൊണ്ടിരിക്കുക. അവർ സ്വന്തമായി വീടും സ്ഥലം മേടിക്കാൻ പോവുക. അമ്മേ എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടമൊക്കെ? ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട് മോനെ, ഒരുപാട് കച്ചവടം. നമ്മുടെ വീട് കൊടുക്കാൻ പറ്റാത്തതേ ഉള്ളൂ, എനിക്ക് തന്നെ പറ്റാത്തത് കൊണ്ട് ഒരാളെ സഹായത്തിന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ദിവസം എത്രത്തോളം ഉണ്ണിയപ്പം ചെലവാകുന്നുണ്ട്? ഇപ്പൊ ഒരു 700-750 ഒക്കെ ചെലവാകുന്നുണ്ട്. പക്ഷെ 1000 ചെലവാകും. എനിക്കിപ്പം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഒരു മായവും ചേരാത്ത വറുത്ത് കോരി എണ്ണയല്ല, മായം ഒന്നും ചേരാത്തതാ, ഒരു മായവും ചേരാത്ത നല്ല എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് പ്രത്യേകത. പാളയംകോടൻ പഴത്തിന്റെ ഒരു പവറിലാ ഈ മാവ് ഇതാകുന്നത്. നല്ല പഴം ചേർക്കും അമ്മ. ഞാനിവിടെ വന്നപ്പോൾ തേങ്ങാക്കൊത്ത് നല്ല മൂപ്പിച്ച് ചേർക്കുന്നുണ്ടായിരുന്നു. പാല് ചേർക്കും, പശുവും പാല്. അത് പൊരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് പശുവും പാല് ചേർക്കുന്നത് അല്ലേ? അതാണ് ഉണ്ണിയപ്പത്തിന് ഇത്ര നല്ല ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ഉണ്ണിയപ്പമാണ് കേട്ടോ. ഞാനത് ഉണ്ണിയപ്പത്തിൻ്റെ ചലഞ്ചിലേക്ക് എൻ്റെ മനസ്സിൽ പോയില്ലായിരുന്നെങ്കിൽ ഇന്നും അവർക്കൊരു വീടും സ്ഥലവും സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഇന്നും അവരെവിടെയും വീട്ടു ജോലിക്കോ കടയിൽ ജോലിക്കോ പോയി 2,000 രൂപ കിട്ടി ഇന്നും ആ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. കൂട്ടായ്മയുടെ ഇടപെടലായിരുന്നു. അച്ഛന് ഒരു 3 വീൽ സൈക്കിൾ, ഞാൻ ചോദിച്ചു ഇലക്ട്രിക് സ്കൂട്ടർ വേണോ അതോ ഇലക്ട്രിക് വീൽ ചെയർ വേണോ? ഒന്നും വേണ്ട, അദ്ദേഹത്തിന് ചവിട്ടിക്കൊണ്ട് പോകുന്ന ഒരു മുച്ചക്ര വാഹനം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് ഇവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. എന്തായാലും അച്ഛന് സമ്മാനിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങൾ 100 കവർ ഉണ്ണിയപ്പം 1000 രൂപയുടെ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് 10,000 രൂപ 1 മണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും ഉണ്ണിയപ്പം കൊടുത്ത 100ഉം 50ഉം 10ഉം 500ഉം ഒക്കെ തന്നു. എന്തായാലും 10,000 രൂപയും അച്ഛനെ ഏൽപ്പിക്കുന്നു. ഈ സൈക്കിൾ ഏൽപ്പിക്കുന്നു. അച്ഛനെ നിങ്ങൾ ഇവയൊക്കെ പോകുമ്പോൾ അച്ഛന്റെ കടയിൽ കയറി ഏത്തക്കായും പഴവും കപ്പയും തോടയും വെള്ളവും ചായയും ഇപ്പൊ ഉണ്ണിയപ്പം കിട്ടും. താങ്ക് യു. രണ്ടാമത്തെ ചലഞ്ച് കപ്പലണ്ടി ചലഞ്ച്. ഒരു സലീം കോയൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മോളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അപ്പം സലീം കോയൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സലീം കോയൻ എന്താണ് ബിസിനസ്? ഞാൻ പണ്ട് കപ്പലണ്ടി വിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഈ കപ്പലണ്ടി ഇനിയും വിൽക്കാവോ? വിൽക്കാം സാർ, എൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കി തന്നാവും. അങ്ങനെ ഞങ്ങൾ ഒരു ഡിസംബർ 25 അന്ന് മുതൽ കഴിഞ്ഞ ക്രിസ്മസ് വരെയും ചലഞ്ച് ഉണ്ടായിരുന്നു. കപ്പലണ്ടി വണ്ടി 17 കിലോമീറ്റർ 150 പേര് ഒരു ഉത്സവ പ്രതീതിയോടുകൂടി അന്ന് തൃക്കുന്നപ്പുഴ പള്ളിയിൽ നിന്നും
17 കിലോമീറ്റർ കപ്പലണ്ടി വണ്ടി തള്ളി കപ്പലണ്ടി എന്ന് വിളിച്ച് ആ റോഡ് സൈഡിലുള്ള മുഴുവൻ ആൾക്കാരും പങ്കെടുത്ത് 1,20,000 രൂപ കിട്ടി. പുൽത്തൊഴുത്ത് എന്ന് പറയുന്നത് ഇത്തരം വീടുകളിലും ഇത്തരം വ്യക്തികളുടെ മുഖത്തും കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം വിവിധ മത നേതാക്കന്മാർ ഇപ്പം ഷാജിയേട്ടൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഷാജിയേട്ടൻ്റെ കൂടെ ദൈവമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയുന്ന പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത്രയും പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ പ്രസൻസ് ഷാജിയേട്ടൻ അനുഭവിച്ച ദൈവം വഴി നടത്തിയ അനുഭവമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, പക്ഷെ നമ്മുടെ ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള 1-2 എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇരിക്കുന്ന ഈ ഒരു അവസരം തന്നെ ശരിക്കും പറഞ്ഞ ഒരു ദൈവിക അത്ഭുതത്തിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഈ ഒരു ശാലയം TV യുടെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാര്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കുടുംബ മഹിമകൾ ഇതൊന്നും തന്നെ ഇതിനൊന്നും അർഹതപ്പെട്ടവനല്ല. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചതുമല്ല. ഇനി ഒട്ടും ഇങ്ങനെയൊക്കെ ഒന്നും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. മറിച്ച് അതാ ഞാൻ പറഞ്ഞ ഇത് തന്നെ വലിയൊരു ദൈവിക അത്ഭുതമാണ്. ദൈവത്തിൻ്റെ അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ശരിക്കും എൻ്റെ മമ്മിയൊന്നും എന്നെ കൊണ്ട് ഒരു ദോശ പോലും തിരിച്ചിടിക്കാൻ അടുക്കള കയറ്റിയിട്ടില്ല. ഞാൻ സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്യുക, കൊടുക്കുക, ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഇത്ര വീടുകൾ വെക്കുക. അപ്പോൾ നമുക്കൊരു കട്ട പോലും ചിലപ്പോൾ ഒരു മേശയെ കൊണ്ട് പണിയിപ്പിക്കുക നമ്മുടെ വീട്ടിൽ ഒത്തിരി ഫലമാണ് ഒരു മേശയിലേക്ക് ഇട്ട്. അപ്പോൾ ആ സ്ഥാനത്താണ് 15 ദിവസം കൊണ്ട് വീട് പൂർത്തീകരിക്കുക. ഇതൊരു ദൈവത്തിൻ്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ എല്ലാ വീഡിയോകളിലും എല്ലാ പ്രവർത്തനത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഈ ചലഞ്ചുകളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വെല്ലുവിളിയാണ്. വെല്ലുവിളി ഏറ്റെടുക്കാതെ ഈ സമൂഹത്തിൽ ഒന്നും നടക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൊഴിയാൻ ഒരുപാട് കാര്യം കാണും. ദൈവനാമത്തിൽ ദൈവസ്നേഹമാണ് നമ്മൾ ഇതിലെല്ലാം കൊണ്ടെത്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു വലിയ അത്ഭുതമായി, ദൈവത്തിൻ്റെ അത്ഭുതമായി. ദൈവം എന്നെ ഒന്നുമല്ലാത്ത തന്നെ വിക്കനായ മോശയെ എടുത്ത് ഉപയോഗിച്ചതുപോലെ ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ദൈവത്തിന് മുമ്പിൽ ഒരു പൊട്ടനായ എന്നെ ദൈവം ഉപയോഗിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്തെ പല അവസരങ്ങളും ഞാൻ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് വരെ ഡിസ്റ്റിങ്ഷൻ മേടിച്ച് ജയിക്കേണ്ട കുട്ടിയാണ്, വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെയാണ് അധ്യാപകർ പറഞ്ഞത്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് മാർക്ക് വളരെ കുറഞ്ഞു. അന്ന് രാഷ്ട്രീയം തലയ്ക്ക് കയറി ഞാൻ മാർക്ക് കുറഞ്ഞു. പക്ഷേ അന്ന് എനിക്ക് വലിയ വിഷമമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുന്നു, അന്ന് മാർക്ക് കുറഞ്ഞതിൽ ദൈവത്തിനൊരു നടത്തിപ്പുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ മമ്മി 30 വർഷമായിട്ട് അമേരിക്കയിലാണ്. എനിക്ക് അമേരിക്കയിൽ വേണമെങ്കിൽ പോകാമായിരുന്നു. അമേരിക്കയിലുള്ള പെൺകുട്ടിയുടെ വിവാഹാലോചനകളൊക്കെ വന്നപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ എനിക്ക് അമേരിക്കയിൽ പോകാനുള്ള അവസരങ്ങളെല്ലാം ഞാൻ നിഷേധിച്ച് ഞാൻ നാട്ടിൽ നിന്നു. പലരും എന്നെ അമേരിക്കൻ വിസ നിഷേധിച്ച് എന്നെ പൊട്ടാന്ന് വിളിക്കുന്നവരുണ്ട്. കാര്യം ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും പ്രയാസമുള്ള വിസയാണ് അമേരിക്കൻ വിസ. അത് വേണ്ടാന്ന് വെച്ചപ്പോൾ അവിടെയും ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു, ദൈവത്തിന് എന്നെ കൊണ്ട് ഇവിടെ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ കരങ്ങൾ പൊട്ടനായ ഷാജിയിൽ കൂടി ഈ സമൂഹത്തിൽ നടത്തിക്കാൻ എന്നെ ഇവിടെ വേണം എന്നുള്ള മുൻകാല ഒരു നിയോഗമാണ് ഇതൊക്കെ വേണ്ട എന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും എല്ലാ കുറവുകൾക്കും ഇല്ലായ്മകൾക്കും ഒക്കെ തന്നെ ദൈവത്തിനൊരു മുൻകരുതലുണ്ടായിരുന്നു എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി, നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി.